ഗൈസ്, വെൽക്കം ടു സെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബുൾ മാർക്കറ്റിൻ്റെ ഒരു അവസാന പീരീഡാണുള്ളത്. BTC വീണ്ടും 110 മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ മന്തുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് വന്ന PPI ഡാറ്റയും കുറച്ചും കൂടിയും സ്റ്റിൽ ഇൻഫ്ലേഷൻ, ഇപ്പോൾ അമേരിക്കയിൽ വരുന്ന ഇൻഫ്ലേഷൻ ടാരിഫ് റിലേറ്റഡ് ആണ്, വളരെ ടെമ്പററി മാത്രമാണെന്നുള്ള സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. വരും മന്ത് ഈ സെപ്റ്റംബറിൽ റേറ്റ് കട്ട്സ് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒക്ടോബറിലാണോ, ഇതാണ് ഇനി മെയിനായിട്ടുള്ള ആ ബുള്ളിഷിൻ്റെ മൂവ്മെൻറ്റിന് സാധ്യത കൽപ്പിക്കുന്ന മെയിൻ ഈവൻറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുൾ മാർക്കറ്റിൻ്റെ പീക്കിൻ്റെ തൊട്ട് മുമ്പ് റേറ്റ് കട്ട്സ് ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ 4-5 മാസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന റേറ്റ് കട്ട്സ് ഇതുവരെ എത്താത്തതും ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് ഒരുമിച്ച് എത്തുന്നതൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇന്നലെ ദോഹയിൽ ഇസ്രായേൽ ഈ പറയുന്ന പോലെ ഒരു ഹമാസിനെതിരെയുള്ള ആക്രമണം നടത്തിയിരുന്നു. മാർക്കറ്റിന് വലിയ രീതിയിൽ റിയാക്ട് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഒരു സൂചനകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് അതിന് ശേഷം ഇനി എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു റേറ്റ് കട്ട്സ് കമ്മിങ് ആണ്. ബുൾ മാർക്കറ്റ് പീക്കിൻ്റെ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫൈനൽ വോളറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എപ്പോഴും കരുതിക്കൊണ്ടിരിക്കും. നമുക്കറിയാം 108 മെയിൻ സപ്പോർട്ട് നമ്മൾ 2-3 തവണ ടെസ്റ്റ് ചെയ്തു. അവിടുന്ന് ഈ പറയുന്ന പോലെ 112 113 പോകുന്നു. 114 അടുത്ത മെയിൻ റെസിസ്റ്റൻസ്. ഇതിൻ്റെ ഇടയിൽ ഫൈനലായിട്ട് പല ലോങ്സും ലിക്വിഡേറ്റ് ആക്കാനുള്ള സാധ്യതകളുണ്ടോ, അതിൽ നമ്മൾ വീണു പോകരുത്. അതിനൊന്നും വേണ്ട, ഹെവി ലിവറേജ് മാത്രം ഒഴിവാക്കിയാൽ മതി. അൾട്ടിമേറ്റ് റേറ്റ് കട്ട്സിന് ശേഷമുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കുറേ ആൾക്കാർക്ക് ചില മോട്ടിവേഷൻ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ ഡൗൺ ആയിട്ടുണ്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ചില ആൾക്കാർ ഇനി അങ്ങോട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു വലിയൊരു കോട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. നെവർ തിങ്സ് റിട്രോസ്പെക്റ്റീവ്ലി. ഇറ്റ്സ് ഓൾവേസ് ബിൽഡ് ഗിൽട്ട്. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതായത് ഒരിക്കലും നിങ്ങൾ ബാക്ക്വേർഡ് റിട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട. നമ്മുടെ ഇടയിൽ ഇനി വരാൻ പോകുന്നൊരു മാസങ്ങളിൽ ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് പീക്ക് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ നല്ല പല കോയിൻസും നമ്മൾ ഹെവി ആയിട്ട് കാണും. നമുക്കുണ്ടാകുന്ന 2 വിഷമമായിരിക്കും. ഈ കോയിന് ഞാൻ ആദ്യമേ വാങ്ങിയിരുന്നെങ്കിൽ, ഈ കോയിന് ഇപ്പോൾ $20 ആയല്ലോ, ഈ കോയിന് 40 ആയല്ലോ, ഈ കോയിന് ഓൾ ടൈം ഹൈ ആയല്ലോ. മറ്റ് നമ്മൾ ചിന്ത, ആ കോയിന് ഒരു 15 ഉണ്ടാകുമ്പോൾ ഞാൻ വിറ്റ്, എനിക്കാകെ $5 കിട്ടിയിട്ടുള്ളൂ, ഇപ്പം നോക്കി $40. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുള്ളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പീരീഡാണ്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പറയേണ്ട ഡയലോഗാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നെവർ തിങ്സ് റിട്രോസ്പെക്റ്റീവ്ലി, ഇറ്റ് ഓൾവേസ് ബിൽഡ് ഗിൽട്ട്. അതായത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ചിന്തയും നമ്മളിനി ചിന്തിക്കേണ്ടിയിരിക്കരുത്. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് എപ്പോഴും നമ്മളിനി എന്ത് സംഭവിച്ചു, എനിക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇത്ര ലോസ് ഉണ്ടായി, ഞാൻ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഇത്ര നഷ്ടപ്പെടുത്തി, അങ്ങനെ പല ഗിൽട്ടും നമ്മുടെ ഉള്ളിലുണ്ടാവും. പല ആൾക്കാരും പല പല കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ കാരണം പണ്ട് ഇങ്ങനെയായി അങ്ങനെയായി ഇങ്ങനെയായി. ഉദാഹരണത്തിന് ഒരു ബുൾ മാർക്കറ്റ് പീക്കിൻ്റെ സമയത്ത് ഇതേപോലെ ഞാൻ ആ കോയിൻ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അത് ഞാൻ വിറ്റ് പോയല്ലോ, $20 വിറ്റല്ലോ, ഇപ്പോൾ $30 ആയല്ലോ. അങ്ങനെ ഗിൽട്ട് വന്ന് വീണ്ടും ബൈ ചെയ്ത് പിന്നെ വിൽക്കാണ്ടായി കോയിൻ പോകുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനെപ്പോൾ ഏത് വിഷയവും നിങ്ങൾ ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പാഠം നമ്മുടെ ഉള്ളിലുണ്ടാണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ച്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിക്ക് ചില ആൾക്കാരൊന്ന് വളഞ്ഞു പോകും, ചില ആൾക്കാരൊന്ന് നേരെ പോകും. അത് ചിലപ്പോൾ നമുക്ക് ഗുണമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ പാത്ത് വേ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് നമുക്ക് ആ ലോസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്ര സ്ട്രോങ് ആവില്ല. വരും നാളുകളിൽ ചിലപ്പോൾ ഇതിലും വലിയ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റാക്കുന്നതായിരിക്കും. ചിലപ്പോൾ അന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലും വലിയ ലോസ് നമുക്ക് വരാനുണ്ട്. അങ്ങനെ എന്തൊക്കെയോ നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഈ ബിറ്റ് കോയിൻ ഞാൻ പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ, തീരെ ഞാനത് 1500 ഉണ്ടാകുമ്പോൾ വാങ്ങിയിരുന്നെങ്കിൽ, ഇപ്പം നോക്കിയാട്ടെ 3000 സംതിങ്. എന്നൊന്നും ചിന്തിക്കണ്ട. ഈവൻ ഗോൾഡിൻ്റെ വിഷയം പോലും കുറേ ആൾക്കാർ എന്നോട് പറയുന്നേക്കാം, ഗോൾഡ് ഒരു 50,000 ഉണ്ടാകുമ്പോൾ 6,000 50,000 ആവും,
എന്താ ചെയ്യേണ്ടത്, 70 ഉണ്ടാകുമ്പോൾ അറിയായിരുന്നു. ഇപ്പം നോക്കിയാൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നഷ്ടങ്ങൾ ജീവിതകാലം മൊത്തം നമ്മൾ ഈ നഷ്ടങ്ങൾ കണ്ട് നമ്മൾ വെറും വേസ്റ്റാണ്. ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. ഏത് താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഗിൽട്ട് കൊണ്ടാണ് അവിടത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഓവർ ഫിയർ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കോയിൻ വാങ്ങുക. ചേട്ടാ ആ കോയിൻ ഞാൻ 10 വാങ്ങായിരുന്നു. അപ്പോൾ 30 നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അയ്യോ 10 ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ, ഇപ്പോൾ 28 ഞാൻ എന്തൊരു തോൽവിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ബുൾ മാർക്കറ്റ് വരാൻ പോകുന്ന വരും സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം ഗിൽട്ടുകൾ, ഇത്തരം മാനസികാവസ്ഥകൾ നിരന്തരമായിട്ടുണ്ടാവും. അത് മാക്സിമം ഒഴിവാക്കുക. ഈ നമ്മൾ 2021 കഴിഞ്ഞ് നമുക്ക് പല കറക്ഷനും കണ്ടു. 72 KBTC കണ്ടത്. ആ സമയങ്ങളിൽ നമ്മളെന്ത് വിചാരിച്ചത്, നമ്മൾ പലരും എന്താ വിചാരിച്ചത്, ഞാൻ വാങ്ങിയ ലെവലിലേക്കെങ്കിലും ആ കോയിൻ എത്തിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചെടുത്തത്. പിന്നീട് കാലം മാറി മാറി വരുന്നുണ്ട്. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം മാറും. എല്ലാം നമുക്കുള്ള ഒരു അവസരങ്ങളായിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു സമയം വരും. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. അത് അങ്ങനെയാണ്. അത് നിങ്ങൾ മാത്രം ഒഴിഞ്ഞു പോവുകയും ചെയ്യില്ല. എല്ലാവർക്കും അവനവനിക്ക് ബെസ്റ്റായ ഒരു ടൈം ഓട്ടോമാറ്റിക്കലി വരും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഓവർ ഗിൽട്ടടിച്ച് പ്രീവിയസ് കാര്യങ്ങൾ ഓർത്തിട്ട് ചിലപ്പോൾ നമുക്ക് വരുന്ന നല്ല സമയം നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും ആഘോഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തുന്നത് കൊണ്ടായിരിക്കും. നിങ്ങൾ കഴിഞ്ഞത് വിട്. നിങ്ങളൊരു പുതിയ ഒരാളാവും. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞത് മാറ്റി ഇനി എങ്ങനെ നമുക്ക് പുതിയത് ഉണ്ടാക്കാം, എത്ര അവസരങ്ങൾ ഇനി നമുക്ക് മുമ്പിൽ വരാനുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും, എനിക്കറിയാം എല്ലാവർക്കും, ഈവൻ എനിക്കടക്കം വരുന്നത്, ഞാൻ ഈ ഒരു പാത്ത് പിടിച്ചേ പിന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെവർ തിങ്സ് റിട്രോസ്പെക്റ്റീവ്. ഞാൻ ഒരിക്കലും ബാക്ക്വേർഡായി ചിന്തിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു 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 പേഷ്യൻറ്റിൻ്റെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു ഫാദറിനെയും കൊണ്ട് കുറച്ച് ആൾക്കാർ അവർ വന്നതിന് ശേഷം ഫാദർ ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പോൾ അയാൾ നാട്ടിൽ നിന്ന് എത്താൻ വൈകി. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വൈകി. കാരണം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ചികിത്സ അങ്ങനെയൊക്കെ എന്തൊക്കെയോ, പിന്നെ ഈ പറയുന്ന പേഷ്യൻറ്റും അത്ര ഈ മോഡേൺ ചികിത്സയായിട്ട് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടും ഓരോ ഭാഗത്തല്ല, എല്ലാം കൊണ്ടും കുറച്ച് ഡിലേ വന്ന് ഫാദർ നല്ല സീരിയസ് ആണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതിൻ്റെ എനിക്ക് ആ കുറച്ചും കൂടിയും 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ, ഇനി എന്താണ് നമ്മൾ ചെയ്യാം. ആ പേഷ്യൻ്റ് ആകെ ഡൗൺ. ആ പേഷ്യൻറ്റിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി സീറോ. അതുകൊണ്ട് തന്നെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവർ പ്രൊഡക്ടിവിറ്റി സീറോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകൾക്കായാലും മറ്റുള്ളവർക്കൊക്കെ വളരെ വിഷമം. ആകെ ഒരു മരിച്ച വീട് പോലത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ പേഷ്യൻ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിലേ ആയാൽ പോലും ക്രിട്ടിക്കലി നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗിൽട്ട് മൂലം അവിടെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഉമ്മാക്കും ഭയങ്കരമായിട്ട് BP കൂടുതലും പ്രശ്നങ്ങളും ഒരു തലകറക്കും മറ്റെല്ലാം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചവർ അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തിയാണ്. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ആ സമയത്ത് എനിക്ക് ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, കുറച്ച് ആൾക്കാർ ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്കിങ്ങനെ പറയാം, ശരിയാണ് നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളെന്താണ് ഒരു 2 ദിവസം മുമ്പേ കൊണ്ടുവരാണ്ട്, നിങ്ങളെന്ത് ഈ പരിപാടി ഈ വിഷയത്തിൽ എന്ത് ഇത്ര ഡിലേ വന്നിന് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ വിഷമിപ്പിച്ച് അതെ നമ്മളാണ് ശരി, നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടിയും നമ്മളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു വേർഡ് നെവർ തിങ്സ് റെട്രോസ്പെക്റ്റീവ്ലി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി, അതെ കഴിഞ്ഞ് ഞാനിപ്പം കൊണ്ടുവന്നല്ലോ എൻ്റെ പിതാവിനെ, ഞാൻ ഒരു മാസം ചിലപ്പോൾ അതല്ലല്ലോ അതെനിക്ക് പറ്റിയിട്ടില്ല, പക്ഷെ ഞാനിപ്പം ആ ഡിസിഷൻ എടുത്ത് ഇപ്പം ഞാൻ കൊണ്ടുവന്നല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് ആവുകയും അദ്ദേഹം വളരെ സ്ട്രോങ് ആവുകയും അത് ഫാമിലിയിലേക്ക് സ്പ്രെഡാവുകയും വിത്തിൻ ഡേയ്സ് ഈ പറയുന്ന പിതാവ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് പിതാവ് തന്നെ പറയുന്നൊരു കാര്യമാണ്, ആ മക്കൾ ആ സമയത്ത് നൽകിയ സമാധാനം ധൈര്യമാണ്. അതാണ് നമ്മുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഒരു സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഒരു പ്രോഫിറ്റിനെ എങ്ങനെ ഇത് ഈ പ്രോഫിറ്റ് വിഷയത്തിൽ അങ്ങനെ തന്നെ. പ്രോഫിറ്റ് വിഷയത്തിലും എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞേക്കാം $1000 പ്രോഫിറ്റ് അല്ല, 1500 ഞാൻ ക്ലോസ് ചെയ്തതിന് പിന്നെ $500 കൂടിയത്. 1000 എന്ന് പറയുന്ന പലരുടെയും സ്വപ്നം അദ്ദേഹത്തിന് റിഗ്രറ്റാണ്. അദ്ദേഹം വീണ്ടും ഒരു റീട്രേഡ് ചെയ്യുന്നു, ഒരു ചലഞ്ച് ട്രേഡ് ചെയ്യുന്നു, കൂടുതൽ ലോസ് ആവുന്നു, എന്നിട്ട് തൃപ്തിപ്പെടുത്തുന്നു, അയ്യോ 500 കിട്ടിയല്ലോ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്,
നമ്മൾ ചെയ്തു, ഇനി അതിൻ്റെ ബാക്കിലില്ല, സ്റ്റോപ്പ്. നമ്മൾ ഏത് വിഷയം അങ്ങനെ തന്നെ, നിങ്ങളെ കരിയർ ആയാലും നിങ്ങളുടെ ജോബ്. ചില ആൾക്കാർക്കുണ്ടാവും, ഞാൻ അന്ന് ഇത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാ അക്കരെ പച്ച ഞാൻ നിങ്ങളോട് പറയാലേ, നമ്മൾ കാണുന്ന, നമ്മളെ കാണാൻ മറിയത്തുള്ള എല്ലാ ഹാപ്പിനെസ്സും അക്കരെ പച്ച അവരെടുത്ത് എത്തുമ്പോൾ നമ്മൾ മനസ്സിലായി, അയ്യോ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളെ ഡിസിഷൻ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ഞാൻ അത് പഠിച്ചിരുന്നെങ്കിൽ, ഇത് പഠിച്ചിരുന്നെങ്കിൽ, ഇനി അതിന് ഓപ്ഷൻ ഇല്ലല്ലോ, ജസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, റിട്രോസ്പെക്റ്റീവ് തോട്ടൊന്നും വേണ്ട. ഇനി പ്രോസ്പെക്റ്റീവ് തോട്ടുകൾ വരട്ടെ. ഇനി ഞാൻ ഈ ഫീൽഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ സമയത്തിന്. കുറേ ആൾക്കാർ ജിമ്മിൻ്റെ വിഷയം അങ്ങനെയാണ്, ജിമ്മിൻ്റെ വിഷയമൊക്കെ ഇങ്ങനെയാക്കി ആവേശമായിട്ട് എണീച്ച് 2 ദിവസം ജിമ്മ് പോകുമ്പോൾ ആയിരിക്കും, ചേട്ടാ ഞാൻ എന്തുകൊണ്ട് ഈ തീരുമാനം 1 മാസം മുമ്പേ എടുത്തിട്ടില്ല, ഇപ്പോൾ എന്താ കാര്യം, ഇപ്പോൾ ഓൾറെഡി എനിക്ക് 1 മാസം ലീവല്ലേ ബാക്കിയുള്ളൂ, ഇനി എനിക്ക് സമയമില്ലല്ലോ, എനിക്ക് ജോബ് തുടങ്ങിയല്ല എന്ന് പറഞ്ഞിട്ട് ആ പോക്കും കൂടി ഇല്ലാണ്ടായി വീണ്ടും ഒരു നോർമൽ സെറ്റപ്പിലേക്ക് പോകും. അതേ സമയത്ത് ഞാൻ ഇന്ന് എടുത്തല്ലോ, ഞാൻ വൈകിയെങ്കിലും എൻ്റെ ഡിസിഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, സ്റ്റിൽ ഞാൻ വേൾഡിലൊരു 80% ആൾക്കാർ ഔട്ട്ട്രൈ ചെയ്തു. രാവിലെ ഉറങ്ങുന്ന 90% ആളിൽ നിന്ന് ഞാൻ ഉറങ്ങാതെ ഇന്ന് എഴുന്നേറ്റല്ലോ, ഇന്നെങ്കിലും എഴുന്നേറ്റല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കത് മാറ്റാൻ പറ്റും. നമ്മൾ പേഴ്സണലി ഈ ആറ്റിറ്റ്യൂഡ് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇതെപ്പോഴും നിങ്ങളെപ്പോഴും മനസ്സിൽ വെക്കുക, നെവർ തിങ്ക് റിട്രോസ്പെക്റ്റീവ്ലി, ഇറ്റ് ഓൾവേസ് ബിൽഡ് ഗിൽട്ട് അല്ലാണ്ട് വേറൊന്നും നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാനസികമായിട്ട് അസ്വസ്ഥത അല്ലാണ്ട് അതൊന്നും നൽകാൻ പോകുന്നില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.